ലോക ഓഹരി വിപണിയിൽ ഇന്നലെ വലിയ സമ്മർദ്ദം നേരിട്ടു. പ്രത്യേകിച്ച് ദക്ഷിണ കൊറിയൻ ഓഹരി വിപണിയിൽ ഉണ്ടായ കനത്ത ഇടിവ് ആഗോള നിക്ഷേപകരെ ആശങ്കയിലാഴ്ത്തി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI മേഖലയുടെ വളർച്ചയെ അടിസ്ഥാനമാക്കി കുതിച്ചുയരുന്ന ടെക്നോളജി കമ്പനികളുടെ ഓഹരികളാണ് ഏറ്റവും വലിയ തിരിച്ചടിയുണ്ടായത്. ദക്ഷിണ കൊറിയയിലെ പ്രധാന ഓഹരി സൂചികയായ കോപ്സി ഒരു ഘട്ടത്തിൽ 10% ഇടിഞ്ഞു. വിപണിയിൽ വിൽപ്പന സമ്മർദ്ദം വളരെ ശക്തമായതിനെ തുടർന്ന് ഓഹരി എക്സ്ചേഞ്ച് അധികൃതർ ഏകദേശം 20 മിനിറ്റോളം വ്യാപാരം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. നിക്ഷേപകരുടെ ആശങ്കയുടെ തോത് എത്രത്തോളം ഉയർന്നുവെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാണ കമ്പനികളിൽ ഉൾപ്പെടുന്ന SK ഹൈനിസ്കും സാംസങ് ഇലക്ട്രോണിക്സും കനത്ത നഷ്ടം നേരിട്ടു. ഈ രണ്ട് കമ്പനികളുടെയും ഓഹരി വില ഒരു ദിവസം കൊണ്ട് 12% താഴ്ന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ കമ്പനികളുടെ ഓഹരികൾ വൻ നേട്ടമാണ് നിക്ഷേപകർക്ക് നൽകിയിരുന്നത്. ചില ഘട്ടത്തിൽ 200 ലക്ഷത്തിലധികം, ചില ഘട്ടത്തിൽ 200% വരുമാനവും ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കമ്പനികളുടെ നിലവിലെ മൂല്യം യാഥാർത്ഥ്യ വളർച്ചയുമായി പൊരുത്തപ്പെടാനുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. AI മേഖലയെ ചുറ്റിപ്പറ്റിയുള്ള വലിയ പ്രതീക്ഷകൾ കാരണം ഓഹരികൾ വളരെ വേഗത്തിൽ ഉയർന്നുവെന്നാണ് ചില വിദഗ്ധരുടെ അഭിപ്രായം. എന്നാൽ ആ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള ലാഭം കമ്പനികൾക്ക് ലഭ്യമാകുമോ എന്ന കാര്യത്തിൽ സംശയം ശക്തമാവുകയാണ്. കഴിഞ്ഞ 2 വർഷമായി ലോകമെമ്പാടുമുള്ള ടെക്നോളജി കമ്പനികൾ AI രംഗത്ത് വലിയ നിക്ഷേപങ്ങളാണ് നടത്തുന്നത്. പുതിയ ഡേറ്റാ സെന്ററുകൾ നിർമ്മിക്കാനും അത്യാധുനിക ചിപ്പുകൾ വികസിപ്പിക്കാനും കോടിക്കണക്കിന് ഡോളറുകളാണ് ചെലവഴിക്കുന്നത്. എന്നാൽ ഈ നിക്ഷേപങ്ങൾക്കനുസരിച്ചുള്ള വരുമാന വളർച്ച ഉടൻ ലഭിക്കില്ല എന്ന ആശങ്ക നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചു. ഇതിനൊപ്പം അമേരിക്കയിലെ സാമ്പത്തിക സാഹചര്യവും വിപണിയെ സമ്മർദ്ദത്തിലാക്കി. രാജ്യത്തെ പണപ്പെരുപ്പ ഭീഷണി ഇപ്പോഴും പൂർണ്ണമായി കുറഞ്ഞിട്ടില്ല എന്നാണ് വിലയിരുത്തൽ. ആയതിനാൽ അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ ഉയർന്ന നിലയിൽ തുടരാൻ സാധ്യത ഉണ്ടെന്നാണ് വിപണി പ്രതീക്ഷിക്കുന്നത്. സാധാരണയായി പലിശ നിരക്ക് ഉയരുമ്പോൾ ഓഹരി വിപണിയിൽ സമ്മർദ്ദം വർദ്ധിക്കാറുണ്ട്. കാരണം നിക്ഷേപകർ കൂടുതൽ സുരക്ഷിതമായ നിക്ഷേപ മാർഗങ്ങളിലേക്ക് മാറാൻ ശ്രമിക്കും. അതിന്റെ ഭാഗമായാണ് അമേരിക്കൻ സർക്കാർ ബോണ്ടുകളിലേക്കും ഡോളറിലേക്കും കൂടുതൽ പണം ഒഴുക്കിയത്. ഡോളറിന്റെ ശക്തി കൂടിയതോടെ മറ്റു നിക്ഷേപ മേഖലയിലും തിരിച്ചടി നേരിട്ടു. പ്രത്യേകിച്ച് സ്വർണ്ണവിലയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. പലിശ ലഭിക്കാത്ത സ്വർണത്തേക്കാൾ കൂടുതൽ വരുമാനം നൽകുന്ന ബോണ്ടുകൾ നിക്ഷേപകർക്ക് ആകർഷകമായി തോന്നിയതോടെ സ്വർണം വിൽക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $75 താഴ്ന്നു. ഇതിന്റെ പ്രതിഫലനം ഇന്ത്യയിലും പ്രകടമായി. കേരളത്തിൽ ഒരു ദിവസത്തിനിടെ 2 തവണയായി സ്വർണ്ണവില കുറഞ്ഞു. ഒടുവിൽ പവന് 2480 രൂപയുടെ ഇടിവ് രേഖപ്പെടുത്തി. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,06,040 രൂപയായി. സ്വർണം മാത്രമല്ല, വെള്ളി വിലയിലും ഇടിഞ്ഞു. നിക്ഷേപകരുടെ വലിയൊരു വിഭാഗം വിലപിടിപ്പുള്ള ലോഹങ്ങളിൽ നിന്ന് പണം പിൻവലിച്ച് സുരക്ഷിതമെന്ന് കരുതുന്ന നിക്ഷേപങ്ങളിലേക്ക് മാറിയതാണ് ഇതിന് പ്രധാന കാരണം. അതേസമയം രാജ്യാന്തര എണ്ണ വിപണിയിലും വിലയിടിവ് തുടർന്നു. ഇറാനെതിരായ ചില അമേരിക്കൻ ഉപരോധങ്ങൾ പിൻവലിച്ചതിനെ തുടർന്ന് വിപണിയിൽ എണ്ണ ലഭ്യത വർദ്ധിക്കുമെന്ന പ്രതീക്ഷ ഉയർന്നു. ഇതും എണ്ണവില താഴാൻ കാരണമായി. ലോകവിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $77 താഴ്ന്നു. അമേരിക്കൻ വിപണിയിലെ WTI ക്രൂഡിന്റെ വില ബാരലിന് $70 വരെ കുറഞ്ഞു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി എണ്ണവിലയിൽ കാണുന്ന സമ്മർദ്ദം ഇപ്പോഴും തുടരുകയാണ്. എണ്ണവില കുറയാൻ മറ്റൊരു പ്രധാന കാരണം ആഗോള സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള ആശങ്കകളാണ്. ലോക സമ്പദ് വ്യവസ്ഥ പ്രതീക്ഷിച്ച വേഗത്തിൽ വളരുന്നില്ല എങ്കിൽ എണ്ണയുടെ ആവശ്യകത കുറയാം. ഈ സാധ്യതയും നിക്ഷേപകരെ ജാഗ്രതയിലാക്കിയിട്ടുണ്ട്. അമേരിക്ക മുതൽ യൂറോപ്പ് വരെയുള്ള പ്രധാന ഓഹരി വിപണികളും ഇന്നലെ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രത്യേകിച്ച് ടെക്നോളജി കമ്പനികളുടെ ഓഹരികളിലാണ് കൂടുതൽ വിൽപ്പന നടന്നത്. AI രംഗത്തെ ഭാവി വളർച്ചയെക്കുറിച്ചുള്ള സംശയങ്ങൾ വിപണിയുടെ മനോഭാവത്തെ ബാധിച്ചതായി വിദഗ്ധർ വിലയിരുത്തുന്നു. ചില സാമ്പത്തിക വിദഗ്ധർ നിക്ഷേപകരോട് ക്ഷമ പാലിക്കണമെന്നും ഉപദേശിക്കുന്നു. വിപണികളിൽ ഇത്തരത്തിലുള്ള വലിയ ഉയർച്ചയും ഇടിവും സ്വാഭാവികമാണെന്ന് അവരുടെ അഭിപ്രായം. ദീർഘകാല വളർച്ചയുടെ സാധ്യത ഇപ്പോഴും ടെക്നോളജി മേഖലയ്ക്ക് ഉണ്ടാകുമെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ ലോക സാമ്പത്തിക വിപണിയിൽ ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. AI മേഖലയിലെ വളർച്ച, അമേരിക്കയുടെ പലിശ നയം, ഡോളറിന്റെ ശക്തി, എണ്ണവിലയിലെ മാറ്റങ്ങൾ എന്നിവയെല്ലാം ചേർന്നാണ് നിക്ഷേപകരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ തീരുമാനങ്ങളും കമ്പനികളുടെ സാമ്പത്തിക ഫലങ്ങളും വിപണിയുടെ ദിശ നിർണ്ണയിക്കുന്ന പ്രധാന ഘട്ടങ്ങളായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ നിക്ഷേപകർ കൂടുതൽ ജാഗ്രതയോടെ കൃത്യമായ വിലയിരുത്തലുകളോടെ മുന്നോട്ട് പോകേണ്ട സമയമാണെന്ന് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.